ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ആഗ്ര ഡൽഹി യാത്രയുടെ കുറച്ചും കൂടെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫേമസ് സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അവിടെ എത്തിയ അന്ന് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷനും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളും കുറച്ച് കുറവായിരുന്നു. അതേപോലെ കടകളും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഓപ്പൺ ആയിരുന്നില്ല. ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏട്ടൻ പറഞ്ഞു ഡൽഹിയിൽ വന്നാൽ കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട്, ഇങ്ങനത്തെ എന്തൊക്കെയോ, ആഗ്ര ഫോർട്ടില്ല റെഡ് ഫോർട്ട്, അങ്ങനത്തെയൊക്കെയാണ് കാണേണ്ടത്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോൾ ഇന്ന് ഇലക്ഷൻ പ്രമാണിച്ച് ലീവ് ആയതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂ നിൽക്കാൻ നിന്നില്ല, ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് പോയി. നമ്മൾ താജ്മഹൽ കാണുന്ന പോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിരുന്നു എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1 മണി 2 മണി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ നല്ല വെയിലാണെങ്കിലും കൂടി നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമുക്ക് കണ്ണ് മിഴിക്കാൻ പറ്റാത്തൊരു, കണ്ണ് പൊളിക്കുന്ന വെയിലുണ്ടല്ലോ, ആ സാധനം. പക്ഷേ വേർക്കുന്നില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ കുത്തബ് മിനാർ കണ്ടു മക്കളെ, കുത്തബ് മിനാർ കണ്ടു. നോക്ക് മക്കളെ നോക്ക്, ഇതാണ് കുത്തബ് മിനാർ കേട്ടോ. നല്ല പൊടിയായിരുന്നു ഇത്, ഭയങ്കര പൊടി പറഞ്ഞാൽ നമുക്ക് ആ കയറി ചെല്ലുന്ന ഒരു ഇത്തിരി വഴി മാത്രമേ അവർ ഇങ്ങനെ റോഡിൻ്റെ പണി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പൊടി പാറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വല്ല പണിക്ക്, എന്താ പറയുക, മൺപണിക്ക് പോയി വന്ന ആൾക്കാരുടെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ലേ, അതുപോലെയായിരുന്നു. നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്നതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ മേലെയാണ് കേട്ടോ കുത്തബ് മിനാർ. എന്താ ഹൈറ്റ് ചിട്ടാ, ഇതുണ്ട് രണ്ട് ചേട്ടന്മാർ നോക്കി ഇതിൻ്റെ അറ്റ എവിടെ വെച്ചിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ചുറ്റിപ്പറ്റി നിന്ന് വീഡിയോസൊക്കെ എടുത്ത്, അതിനുള്ളിൽ തന്നെ കുറച്ച് ഇങ്ങനെ കെട്ടിടങ്ങളുണ്ട്, അതായത് ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞിട്ട്. അപ്പോൾ ഫുൾ നാശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞിട്ട്. പക്ഷെ എന്നാലും ആൾക്കാരിങ്ങനെ കാണാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എല്ലാവരും അവിടെ വന്നവരും വിസിറ്റേഴ്സ് തന്നെ വീണ്ടും വിസിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. ആസ് യൂഷ്വൽ മലയാളികൾ ഇഷ്ടംപോലെ കണ്ടു. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ മലയാളീസിനെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് എന്തോ അതിൻ്റെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനത് മറന്നു എന്താണ് കുത്തബ് മിനാർ എന്നുള്ളത്. അറിയാതെയാണ് ഞാൻ പറയണത്. ഇതിനെ പറ്റിയിട്ട് അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കുത്തബ് മിനാർ, എന്തിനു വേണ്ടിയിട്ടാണ്, ആരുടേതാണ് എന്നൊക്കെ ഉള്ളത് അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെന്താ, അവിടെ ഇതേപോലെ നല്ല ചെടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മളിവിടെ കണ്ടുവരുന്ന മുല്ലയുടെ വേറൊരു ടൈപ്പ് മുല്ലകൾ, പിന്നെ നിറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളായിട്ടും ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പേസും കാര്യങ്ങളും അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഞങ്ങൾ പോയത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. അതും ഇതേപോലെ അറിയില്ല, ലോട്ടസ് ടെമ്പിൾ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അത്ര അങ്ങോട്ട് കേട്ടില്ല, എന്നാലും കേട്ടിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് എൻട്രി പാസ് ഇല്ല, ഫ്രീ എൻട്രി ആണ്. ഇതേപോലെ ഇലക്ഷൻ പ്രമാണിച്ച് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെയും നമുക്ക് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞു തരം ഓറഞ്ചാണ് കേട്ടോ. ഇതൊരു ഗാർഡനിങ് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതേ കാണുന്നു ലോട്ടസ് ടെമ്പിൾ. ഞാൻ വിചാരിച്ച ഉള്ളിൽ വല്ല പ്രതിഷ്ഠയും കാര്യങ്ങളും ഉണ്ടാകുന്നു, ഒന്നുമില്ല. അതിനുള്ളിൽ ചെന്നിട്ട് നമ്മൾ സൈലൻ്റായിട്ട് കുറച്ച് നേരം അവരെ പ്രാർത്ഥന കേട്ടിരിക്കുക, എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുക, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഹോളാണ്. അവിടെ മാർബിളിലുള്ള ബെഞ്ചും ഡെസ്കൊക്കെ അവർ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വിസിറ്റേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഏതോ ഒരു അമ്പലത്തിലെ പരിപാടിയായിട്ട് ഒരു വണ്ടിയിൽ കുറച്ച് ചേട്ടന്മാർ പാട്ടും മേളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ടാറ്റാ, ബൈ ബൈ.